നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ലേ എനിക്ക് ജലദോഷമോ പനിയോ തുമ്മൽ എന്തൊക്കെയാണെന്നുള്ളത്. ശരിക്കും അതൊന്നുമല്ല. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം മുഖസൗന്ദര്യം അത് പ്രധാനപ്പെട്ട ഒന്നാണ്. മുഖക്കുരു, കറുത്ത പാടുകൾ ഇതൊക്കെ എങ്ങനെ പോക്കാം, എങ്ങനെയൊക്കെ നമുക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാം, ഇതൊക്കെയായിരിക്കും നമ്മൾ മിക്ക ദിവസങ്ങളിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരെല്ലാവരും ചെയ്യുന്നത്. എന്നാൽ ഇതിലൊരു പ്രശ്നമുണ്ട്. ഇവരുടെ ഇടയിൽ ഒരു വില്ലനായിട്ട് ഒരാൾ വരുന്നുണ്ട്. വേറൊന്നുമല്ല, ബ്ലാക്ക് ഹെഡ്സ്. നമ്മുടെ മൂക്കിൻ്റെ 2 വശങ്ങളിലും ഉണ്ടാവുന്നതാണ് ബ്ലാക്ക് ഹെഡ്സ്. ഇതുണ്ടാവാൻ മെയിൻ കാരണം ഈ ഫാറ്റ്സ് ഒക്കെ വരുന്നത്, ഇളനൊടിയിൽ ചെളി ഇരിക്കുന്നത്, ഇതും കൊണ്ടൊക്കെയാണ് മെയിനായിട്ട് ഈ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാകുന്നത്. എന്നാൽ ഇതിനൊരു പരിഹാരം നോക്കിയാലോ? നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാം. ഞാൻ ആദ്യം ചെയ്തത് നല്ലപോലെ ആവി പിടിച്ചു. ഇനി അതിന് പറ്റിയില്ലെങ്കിൽ ഒരു ടവലെടുത്ത് ചൂടുവെള്ളത്തിൽ മുക്കുക. അത് പിഴിഞ്ഞിട്ട് മൂക്കിൻ്റെ അവിടെ നല്ലപോലെ ഒപ്പിക്കൊടുത്താലും നല്ലതാണ്. അതിന് ശേഷം ചെയ്യേണ്ടത് കുറച്ച് തേനെടുക്കുക. ഇതില്ലാത്ത വീടുകൾ എന്താണേലും ഉണ്ടാവില്ല. അതെടുത്തിട്ട് കുറച്ച് നമ്മുടെ മൂക്കിൻ്റെ 2 സൈഡിലും നല്ല പോലെ പുരട്ടിയിട്ട് ഒരു 2-3 മിനിറ്റ്സ് നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മുടെ മൂക്ക് മൃദുവാക്കാനും ബ്ലാക്ക് ഹെഡ്സ് വരുന്നത് ഒഴിവാക്കാനും വളരെ നല്ലതാണ്. ഇതുമാത്രമല്ല, വേറെ കുറച്ച് ടിപ്സും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. 2 ടീസ്പൂൺ ഓട്സ് എടുത്ത് നല്ല പോലെ പൊടിച്ച് പൗഡർ രൂപമാക്കുക. അതിൻ്റെ അകത്തേക്ക് കുറച്ച് കട്ടത്തൈരും കുറച്ച് ഒലിവ് ഓയിലും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് മൂക്കിൽ പുരട്ടി കൊടുക്കുക. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. 3ാമത്തെ ടിപ്പ്, ജലാറ്റിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അത് കുറച്ചെടുക്കുക. അതിൻ്റെ അകത്തേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നല്ല പോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് മൂക്കിലും മുഖത്തും ഇത് പുരട്ടി കൊടുക്കാവുന്നതാണ്. ഒരു 20 മിനിറ്റ് വരെ വെക്കുക. നല്ല പോലെ ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയുക. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മിശ്രിതം ഉണ്ടാക്കി കഴിഞ്ഞ് ഒരുപാട് സമയം വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പം തന്നെ മുഖത്ത് പുരട്ടണം. ബ്ലാക്ക് ഹെഡ്സ് മാറാനും വൈറ്റ് ഹെഡ്സ് മാറാനും ഈ 2 ടിപ്പ് വളരെ നല്ലതാണ്. അപ്പം നമുക്ക് അവസാനത്തെ ടിപ്പ് നോക്കിയാലോ? ഇതിനാദ്യം ചെയ്യേണ്ടത് ചെറു ചൂടുവെള്ളത്തിൽ മുഖം നല്ല പോലെ കഴുകുക. ശേഷം ഡ്രൈ ആയിട്ടുള്ള ഒരു ടവൽ വെച്ചിട്ട് ഒപ്പിക്കൊടുക്കണം. ഇനി ചെയ്യേണ്ടത് ഒരു മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുക. അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും 1 ടേബിൾ സ്പൂൺ തേനും ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കുക. എന്നിട്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് ഉള്ള മൂക്കിലും മറ്റ് സ്ഥലങ്ങളിലും പുരട്ടി കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നല്ല പോലെ കഴുകിക്കളയാം. മുട്ടയുടെ വെള്ള ബ്ലാക്ക് ഹെഡ്സ് മാറാൻ വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് കളയാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ടിപ്പ് നിങ്ങൾ എന്താണെങ്കിലും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പുമായി കാണാം. അതുവരേക്കും ബൈ.